ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു നാളികേരം ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ പാലെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 250 ml ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ച് എടുത്തിട്ട് നമുക്ക് ഒന്നാം പാൽ എടുക്കണം. അതുപോലെ തന്നെ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, ഒന്നാം പാൽ മാറ്റി വെച്ച്. ഇനി രണ്ടാം പാലും അതുപോലെ തന്നെ ഒരു 250 ml കൂടി അടിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആക്കരുത് കേട്ടോ, രണ്ടായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ പാല് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു. ഇത് രണ്ടാമത്തെ പാലാണ്. അതൊരു അര ഗ്ലാസ് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് പാൽപ്പൊടി, ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരു 10 ഗ്രാമിൻ്റെ പാൽപ്പൊടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലപോലെ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് കോൺഫ്ലവറും കൂടെ ആദ്യം നമ്മൾ കുറച്ച് പാലിൽ ഇത് എടുത്തു വെച്ചു, പാൽപ്പൊടി കലക്കി വെച്ചു. ഇനി രണ്ടാമത് നമ്മൾ പാലിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് വേണം. കുറഞ്ഞു പോയാൽ അത് വിചാരിച്ച പോലെ സെറ്റ് ആവില്ല, കൂടുതലായാൽ വല്ലാതെ. അപ്പോൾ നമ്മൾ രണ്ടാം പാലിൽ ആദ്യത്തേൽ നമ്മൾ കുറച്ച് പാൽപ്പൊടി കലക്കി വെച്ചു, പിന്നെ കുറച്ച് പകുതി എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലിനെ ഒന്ന് ചെറു ചൂട്ടിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഒന്നാം പാൽ ഞാനിവിടെ ഒരു പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാല് ഇവിടെ ഒന്നാം പാലിൽ നമ്മൾ പഞ്ചസാര ഇട്ട് പഞ്ചസാരയ്ക്ക് ഇതിൽ നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഫ്ലെയിം ലോ ആക്കണം, ഹൈ ആക്കരുത്, മീഡിയം പോലും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പാൽപ്പൊടിയും പാലും കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലിൽ നാളികേരം അരച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കാം, പാലിൽ പിഴിഞ്ഞെടുത്താൽ മതി. വെള്ളത്തിന് പകരം പാൽപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ പുഡിങ് ഒഴിച്ച് വെക്കാനുള്ള പാത്രത്തിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പുള്ള പാത്രമാണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഞാൻ നെയ്യ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ പെരട്ടി വെച്ചിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇത് പുഡിങ് ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ പാലിൻ്റെ മിക്സും കൂടെ, പാലും പാൽപ്പൊടിയും ചേർത്ത് മിക്സ് ഇവിടെ തയ്യാറായി, അതും കൂടെ ഇതിൽ നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇതിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ, ഫ്ലെയിം ലോ ആണ്, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കട്ട് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫ്ലേവർ, ഇതിപ്പോൾ നാളികേരത്തിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വരും, ചെറിയൊരു പാലിൻ്റെ. ഇനി പോരാ അതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വാനിലയുടെ എസെൻസ് ചേർക്കാം. ഫ്ലേവറിന് വേണമെങ്കിൽ ഞാനിവിടെ ഫ്ലേവർ ഒന്നുമില്ല, പക്ക കോക്കനട്ടിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് 2 ബൗൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പുഡിങ് ഇവിടെ സെറ്റ് ആവാൻ വെച്ചിരുന്നു. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിൽ നിന്ന് നമുക്കൊന്ന് അരി ഇങ്ങനെ വിടിയിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അരിയിൽ നിന്ന് അടർത്തിയിടിക്കാം. അപ്പോൾ നമ്മളുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് കുട്ടികളോ ഗസ്റ്റോ വന്നു കഴിഞ്ഞാലും എടുത്തു കൊടുക്കാനായിട്ട്, ഉണ്ടാക്കാനായിട്ടും പറ്റിയ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് തേങ്ങാപ്പാലും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, ഒന്നല്ലെങ്കിൽ പാൽപ്പൊടി അല്ലെങ്കിൽ പാല്, ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ മധുരം നമുക്ക് ആവശ്യത്തിനും അതെടുത്തിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.